ഹലോ, എന്തുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫുഡിങ്ങും ഔട്ടിംഗ് ആണ് കേട്ടോ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരുന്നു. എനിക്ക് കുക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് ഇതാണ്. ഇന്ന് മിജുവിന് ഓഫ് ആയതിന്റെ സന്തോഷം കേട്ടോ എന്റെ ഈ മുഖത്ത് കാണുന്നത്. ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എഗ്, സീഡ്സും പിന്നെ ടോസ്റ്റും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പ്ലേറ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നമ്മുടെ പൊട്ടറ്റോസിന് എന്നത്തെ പോലെ കുറുക്ക് കൊടുത്തതിന്റെ വിഷമാണ് ഹെച്ചിന്റെ മുഖത്ത് കാണുന്നത്. ഫുഡ് കുക്ക് ചെയ്യണ പണി എന്റെ ആണെങ്കിൽ ക്ലീനിങ്ങിന്റെ ജോബ് മിജുവിനാണ്. അതൊക്കെ കഴിഞ്ഞ് മിജു ബേബീസിനെ നോക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ താഴെ വന്നിട്ട് നാളേക്ക് മിജുവിന് കൊണ്ടുപോകാനുള്ള ബർഗർ ഉണ്ടാക്കി. ഒരു തട്ടിക്കൂട്ട് ബർഗർ എന്നൊക്കെ പറയാം. ഞാനിപ്പോഴും ചിക്കൻ മാഷ് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് പാറ്റി ഉണ്ടാക്കി. പിന്നെ കാലത്ത് ബാക്കി വന്നേക്കൊണ്ട് ഒരു എഗ് സോസ് മിക്സ് ഉണ്ടാക്കി. ഇത്രയ്ക്കുള്ള പരിപാടി. ആ എഗ് മിക്സ് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുക. പാറ്റി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ടൊമാറ്റോ ലീവ്സ് പിന്നെ എഗിന്റെ മിക്സും അത് കഴിഞ്ഞ് ബാക്കി പാറ്റിയും ബ്രെഡും വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്യുക. കാണാൻ തന്നെ സെറ്റ് അല്ലായിരുന്നേ. പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളെ മിജുവിന് കൊണ്ടുപോകാനായിട്ട്. ആ ഗ്യാപ്പിൽ ഒരു കേക്കും കൂടി ഉണ്ടാക്കി. ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് പോണത് കുറെ നാളായിട്ടുള്ള ക്രേവിംഗ് ആണ് പാനിപൂരി കഴിക്കാൻ എന്നുള്ളത്. ക്രേവിംഗ് വന്നാൽ പിന്നെ അത് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ മോശമല്ലേ. അങ്ങനെ നമ്മൾ നേരെ പോയത് പാനിപൂരി കഴിക്കാനാണ്. കുറെ നാൾക്ക് ശേഷം കഴിക്കണോണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും പിന്നെ ഈവനിങ് അല്ല ഇറങ്ങിയത്. ഡിന്നർ കഴിക്കാണ്ട് കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു മലയാളി റെസ്റ്റോറന്റിൽ പോയിട്ട് ഡിന്നറും കഴിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മെയിൻ ഫുഡ് കഴിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ ഇത്രയുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. See you then.